ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ അഥവാ ബാർക്ക് അത് ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന വ്യൂവർഷിപ്പ് ഡാറ്റയാണ് ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ ടി പ്രോഗ്രാമുകളാണ് ആളുകൾ കൂടുതൽ കാണുന്നതെന്ന് അത് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആഴ്ചകളിലും പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിലും മലയാള ന്യൂസ് ചാനൽ റേറ്റിംഗിൽ നേരോടെ നിർഭയം നിരന്തരം ഏഷ്യാനെറ്റ് തലയുയർത്തി നിൽക്കുന്നത്. ശബരിമല വിവാദ കാലത്തും ഏഷ്യാനെറ്റ് ന്യൂസ് റേറ്റിംഗിൽ എതിരാളികളെയൊക്കെ ബഹുദൂരം മുന്നിലാക്കിയാണ് ചാനൽ റേറ്റിംഗിൽ റെക്കോർഡ് ഇടുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാവുന്ന കാര്യമാണ്, കേരളം സസൂക്ഷ്മം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്തു പോയ ദിവസമായിരുന്നു. ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ വിശദമായ റിപ്പോർട്ടിങ്ങുകളും സമഗ്രമായ ചർച്ചകളും ഒക്കെ ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ആളുകൾ കൂടുതൽ ഈ ഘട്ടത്തിലാണ് ഏറ്റവും റിലയബിൾ ആയുള്ള വിശ്വസനീയമായ വാർത്തകൾ കിട്ടാൻ ആളുകൾ കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്നാണ് റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ശബരിമലയിലെ റിപ്പോർട്ടിങ്ങും രാത്രി ചർച്ചയുമെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിനെ സാറ്റലൈറ്റ് ചാനലുകളിലെ മലയാളി രാജാവാക്കുകയാണെന്നതാണ്. മെസ്സി എന്ന പടക്കുതിരയെ മുന്നിൽ നിർത്തി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുതിപ്പ് ഇനി അടുത്ത മാസം അല്ലെങ്കിൽ നവംബറിൽ ആരെങ്കിലും മറികടക്കുമോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ശബരിമല വിവാദ കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെയാണ് മലയാളിയുടെ വിശ്വസ്ത ചാനൽ എന്ന് ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ട്. മുൻപ് ശബരിമല സ്ത്രീ പ്രവേശന വിവാദം ഉണ്ടായപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയായിരുന്നു ഈ റേറ്റിംഗിലൊക്കെ മുന്നിൽ. എന്നാൽ അന്ന് ജനം ടി വി ഏഷ്യാനെറ്റ് ന്യൂസിന് നേരിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. അപ്പോഴും ഒന്നാം സ്ഥാനം നഷ്ടമായിരുന്നില്ല. അതിനുശേഷം ഷിരൂരിലെയും മറ്റുമൊക്കെ ചർച്ചകൾ ഏഷ്യാനെറ്റ് ന്യൂസിനും 24 ന്യൂസിനും VS മരണസമയം റിപ്പോർട്ടറും ഒക്കെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതോടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കഷ്ടകാലം തുടങ്ങിയെന്നും റിപ്പോർട്ടർ അവതരിപ്പിച്ച അല്ലെങ്കിൽ 24 ന്യൂസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാധ്യമ റിപ്പോർട്ടിംഗ് രീതികൾ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയ രീതിയിൽ നിന്നുള്ള മാറ്റത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഏഷ്യാനെറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ ആവശ്യമുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോയപ്പോഴും അങ്ങനെയൊന്നുമല്ല ഏഷ്യാനെറ്റ് എപ്പോഴും ആളുകൾ സ്വീകരിക്കുന്ന, ഇപ്പോഴും വിശ്വസിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ക്യാപ്സൂൾ ഇറക്കിയവരെ ഞെട്ടിച്ചാണ് പിന്നീടാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും വരുന്നത്. ബാർക്കിന്റെ 40ാം ആഴ്ചയിലെ റേറ്റിംഗ് എല്ലാ അർത്ഥത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കരുത്തിന് തെളിവായി. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന റിപ്പോർട്ടർ TV ആണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ വാർത്തകളും മറ്റും ഒക്കെ നൽകി ജനപ്രിയമാകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മെസ്സിയുടെ വരവ് പ്രഖ്യാപനം ടെലിവിഷൻ റേറ്റിംഗിൽ ബാധിച്ചിട്ടേ ഇല്ല ഇതുവരെയും. മെസ്സി വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നത് ആണ് ഇനി അറിയേണ്ട കാര്യം. എന്തായാലും ആ കാര്യത്തിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ശബരിമലയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം കാഴ്ചക്കാരെ സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് 40ാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുതിപ്പെന്ന് നമ്മൾ മനസ്സിലാക്കണം. 39ാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗിന്റെ 94 പോയിന്റിന്റെ വ്യക്തമായ മേധാവിത്വം ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരുന്നു. 40ാം ആഴ്ചയിൽ അത് കൂടുകയും ചെയ്തു. റിപ്പോർട്ടറിന് വലിയ ഇടിവ് സംഭവിച്ചു. 39ാം ആഴ്ചയിൽ റേറ്റിംഗ് കണക്കുകളിൽ 2ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ചാനലിന് അന്ന് 74 പോയിന്റ് ആണ് ഉണ്ടായിരുന്നത്. ഇത്തവണ പോയിന്റ് 69ആയി കുറയുകയാണ് ഉണ്ടായത്. 3ാം സ്ഥാനത്ത് 40ാം ആഴ്ചയിലുള്ളത് 24 ന്യൂസ് ആയിരുന്നു. 1 പോയിന്റ് അവർക്ക് കൂടിയിട്ടുണ്ട്. ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനേക്കാൾ ഏറെ പിന്നിലാണ് 24 എന്നുള്ളതാണ് വസ്തുത. മനോരമയ്ക്ക് ഈ ആഴ്ച 2 പോയിന്റ് കുറഞ്ഞു. ഇത്തവണ 37 പോയിന്റ് ആണുള്ളത്. 5ാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ 34 പോയിന്റ് ഉണ്ട്. ന്യൂസ് മലയാളത്തിന് 27 പോയിന്റ് ഉണ്ട്. ജനത്തിന് 19ഉം കൈരളിക്ക് 18ഉം അംബാനിയുടെ ന്യൂസ് ചാനലായ ന്യൂസ് 18 കേരളയ്ക്ക് 12 പോയിന്റ് ഉണ്ട്. മീഡിയ വൺ 8 പോയിന്റുമായി അവസാന സ്ഥാനത്ത് തുടരുകയാണ്. എന്തായാലും നഗര ഗ്രാമ വ്യത്യാസമൊന്നുമില്ലാതെ ഏതു സമയത്തും പ്രായഭേദമില്ലാതെ മലയാളികൾ വാർത്തകൾ അറിയാൻ തെരഞ്ഞെടുക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനെയാണെന്ന് ബാർക്ക് റേറ്റിംഗ് വ്യക്തമാക്കുന്നുണ്ട്. മലയാളിക്ക് ആധികാരിക വാർത്തകൾക്ക് ഏത് ചാനൽ കാണുമെന്നതിൽ സംശയമേ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലാണ് 3 പതിറ്റാണ്ട് പിന്നിട്ട ഏഷ്യാനെറ്റ് ന്യൂസ് ആഘോഷ പരിപാടികളൊക്കെ നടത്തിയത്. മലയാളിയുടെ വാർത്താശീലം 30 വർഷമായി മാറ്റമില്ലാതെ തുടരുകയാണ് എന്നുള്ളതാണ് ഈ ആഴ്ചയിലും ബാർക്ക് റേറ്റിംഗിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ റേറ്റിംഗിൽ ബാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. അതിനിടെ ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിനോട് കണക്റ്റഡ് TV കാഴ്ചക്കാരെയും റേറ്റിംഗ് അളവെടുപ്പിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തെ കൂടുതൽ കുടുംബങ്ങൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർണായക നീക്കം. നിലവിൽ 600-ലധികം ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷക കണക്കുകൾ അളക്കുന്ന രാജ്യത്തെ ഏക ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയാണ് ബാർക്ക്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായാണ് ബാർക്കിന് നേതൃത്വം നൽകുന്നത്. അതായത് കൃത്യമാണ് ഡേറ്റ, കൃത്യമാണ് തരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് ബാർക്കിന്റെ റേറ്റിംഗിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തായാലും നേരോടെ നിർഭയം നിരന്തരം മലയാളികൾ വാർത്ത കാണുന്നത് ഏഷ്യാനെറ്റിലൂടെയാണെന്ന് വ്യക്തമാക്കുകയാണ് ബാർക്ക് റേറ്റിംഗ്.